യൂട്യൂബ് സിനിമ നിരൂപകർക്കെതിരെ സംവിധായകർ ഹൈക്കോടതിയിലേക്ക്. പുതിയ സിനിമകൾക്കെതിരെ വീണ്ടും റിവ്യൂ ബോംബിങ്ങുമായി യൂട്യൂബർമാർ എത്തിയതോടെയാണ് പുതിയ നീക്കം. മുതിർന്ന സംവിധായകനായ കമലിന്റെ വിവേകാനന്ദൻ വൈറലാണ്, അനീഷ് അൻവറിന്റെ രാസ്ത, സാജിദ് യഹിയയുടെ കൽബ് എന്നിവയാണ് റിവ്യൂ ബോംബിംഗ് നേരിട്ട പ്രധാന സിനിമകൾ. തന്റെ ചിത്രത്തെ റിലീസ് ദിവസം തന്നെ റിവ്യൂവറുടെ നശിപ്പിച്ചെന്ന് ആരോപിച്ച് അനീഷ് അൻവർ ഉണ്ണി വ്ലോഗ്സ് എന്ന യൂട്യൂബറെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞത് വിവാദമായിരുന്നു. ജാതി അധിക്ഷേപം ഉൾപ്പെടെ നടത്തിയെന്ന് പറഞ്ഞ് ഉണ്ണി അനീഷ് അൻവറിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെ ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ വിഷ്ണു നാരായണനും സംഗീത സംവിധായകൻ അവിൻ മോഹൻ സിത്താരയും ഉണ്ണി ബ്ലോഗ് റിവ്യൂവിൽ ക്യാമറയെയും സംഗീതത്തെയും കുറിച്ചുയർത്തിയ ആരോപണങ്ങൾക്കെതിരെ രംഗത്തെത്തി. രാസ്ത എന്ന സിനിമയുടെ പ്രധാന അണിയറ പ്രവർത്തകരെയെല്ലാം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്നാണ് വിവരം. ഖൽബിനെതിരായ ആക്രമണത്തിൽ മനംനൊന്ത് സാജിദ് യഹിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പും ചർച്ചയായിട്ടുണ്ട്. റിവ്യൂ ബോംബിങ്ങിനെതിരായി ഹൈക്കോടതി ശക്തമായ നിലപാടെടുത്തതോടെ പതിവ് ശൈലി വിട്ട് നിശബ്ദരാകാൻ തുടങ്ങിയിരുന്നു യൂട്യൂബർമാർ. എന്നാൽ കേസ് വൈകുന്നത് കണ്ടാണ് വീണ്ടും മോശം ഭാഷയിൽ സിനിമയെ ആക്രമിച്ചു തുടങ്ങിയത് എന്നാണ് സംവിധായകർ പറയുന്നത്. അഡ്വക്കേറ്റ് ശ്യാം പത്മനെ അമിക്കസ് ക്യൂറിയായി ഹൈക്കോടതി നിയോഗിച്ചിട്ടുണ്ട്. അടുത്തിടെ റിലീസ് ചെയ്ത സിനിമകളുടെ സംവിധായകർ ഉൾപ്പെടെ ഒട്ടേറെ സിനിമാ പ്രവർത്തകർ ഡിജിറ്റൽ തെളിവുകളടക്കം അമിക്കസ് ക്യൂറിയെ പരാതി അറിയിച്ചു കഴിഞ്ഞു. റാഹേൽ മകൻ കോറ എന്ന സിനിമയുടെ സംവിധായകൻ ഉബൈന് നൽകിയ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും തുടർ നടപടികൾ മന്ദഗതിയിലാണ്. ദിലീപ് ചിത്രം ബാന്ദ്രയുടെ നിർമ്മാതാക്കൾ 7 യൂട്യൂബർമാരുടെ പേരിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ നൽകിയ കേസിൽ സാക്ഷി വിസ്താരം കഴിഞ്ഞെങ്കിലും തുടർ നടപടിയായില്ല. ഇനി കണ്ടറിയണം റിവ്യൂ ബോംബിങ്ങിന് എന്ത് സംഭവിക്കുമെന്ന്.